അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. हमारे प्रभु यीशु मसीह के परमेश्वर और पिता का धन्यवाद हो कि उसने हमें मसीह में स्वर्गीय स्थानों में सब प्रकार की आत्मिक आशीष दी है, जैसे उसने हमें जगत की उत्पत्ति से पहले उसमें चुन लिया कि हम उसके निकट प्रेम में पवित्र और निर्दोष हो। സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. स्वर्गीय स्थानों में सब प्रकार की आत्मिक आशीष दी है, इसी के लिए हमको चुन लिया है। സകല അനുഗ്രഹങ്ങളുടെയും ഉറവ പിതാവായ ദൈവം അത്രേ. सारे अनुग्रह की सोता जो हमारा परमेश्वर है, എന്നാൽ അത് നമ്മിലേക്ക് ആ അനുഗ്രഹങ്ങൾ വരുന്ന ചാനൽ അത് ക്രിസ്തു യേശുവിലൂടെ അത്രേ. हमारे में जो अनुग्रह आता है, जो यीशु मसीह की द्वारा अनुग्रह आता है। ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ സമാധാനവും സന്തോഷവും അതുപോലെ രക്ഷയുമാണ്. ये आत्मिक आशीष की मतलब यीशु मसीह के द्वारा हमें दिया देता है, मिलता है, स्वर्गीय दान है। ഇത് നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിൽ ഉള്ളതായ വ്യക്തികൾക്ക് അത്രേ. यही हम प्राप्त करने के लिए यीशु मसीह में व्यक्तिगत तौर पर हमको मिलता है। നാം ക്രിസ്തുവിൽ ആണ് ജീവിക്കുന്നത് എങ്കിൽ, ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, നമ്മൾ ക്രിസ്തുവിലാണ് എങ്കിൽ നമുക്ക് ഈ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയും. हम मसीह में जीते हैं तो ये स्वर्गीय आशीर्वाद आशीष हमको पा सकते हैं। നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു സ്വർഗീയ യാത്രയിൽ അത്രേ. हम यहाँ पर रुक जाता है, ठहरा या है तो हम स्वर्गीय यात्रा जो मुसाफरी में है। സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തു ഇപ്പോൾ പിതാവിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുകയത്രേ. स्वर्गारोहित हो गया जो यीशु मसीह पिता परमेश्वर की दाहिने की ओर बढ़ रहा है। ക്രിസ്തു അവിടെ ആയിരിക്കുന്നത് കൊണ്ട് നമുക്കുള്ളതായ അനുഗ്രഹങ്ങളെല്ലാം എന്താണ് സ്വർഗതലത്തിൽ നിന്നത്രേ വരുന്നത്. और यीशु मसीह हमारे लिए है, जो इसी कारण में वहां से हमको आशीष दिया देता है, हमको मिलता है। സ്വർഗ സ്ഥലങ്ങളിൽ നിന്നും നമ്മിലേക്ക് വരുന്നതായ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിലുള്ളതായ വ്യക്തികൾക്ക് അനുഭവിക്കുവാനും സന്തോഷിക്കുവാനും കഴിയും. स्वर्गीय स्थानों में हमें दिया रहता है, मिलता है, वो स्वर्गीय स्थानों में जाने के लिए जागृति किए हुए लोगों के लिए है। നമ്മൾ പറയാറുണ്ട് നമ്മൾ സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം എന്ന്. हमारा ये परंपरा जो है स्वर्गीय सिंहासन की से ही है। നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ലോകമനുഷ്യരല്ല. हम संसार में जीते हैं, फिर भी हम संसारिक लोग नहीं है। ദൈവമക്കളെ കുറിച്ച് പറയുന്നത് അവർ സ്വർഗീയന്മാരെന്നത്രേ. और मसीह की लोगों के बारे में जो वचन दिया है और स्वर्गीय निवास में रहने वाले हैं। അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ ഭൂമിയിലാണല്ലോ ജീവിക്കുന്നത്. जो कैसा हो सकता है, हम पृथ्वी पर जीते हैं। എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിലിരിക്കുന്നതായ ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധമുണ്ട്. जो एक विश्वासी के बारे में हम सोच समझेगा तो हम स्वर्गीय परमेश्वर की ओर बैठता है, ऐसा अनुभव हमें मिलता है।
ക്രിസ്തുവുമായിട്ട് നാം ആത്മാവിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. मसीह की साथ भी साथ आत्मा में एक संबंध हो जाता है। നാം ആത്മാവിൽ ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. आत्मा में जागृति होकर गाते हैं और प्रार्थना करते हैं, मसीह हमारे साथ मिलजुल रहा है। അതുകൊണ്ട് ക്രിസ്തുവുമായിട്ട് നമുക്ക് ബന്ധമുള്ളത് കൊണ്ട്, ആത്മീയമായ ബന്ധമുള്ളത് കൊണ്ട് നാം സ്വർഗീയന്മാരാണ്. आत्मिक तौर पर हमारा मसीह के साथ एक जोड़ी है, संबंध रखा है। इसी कारण में स्वर्गीय निवासी बात हमारे लिए कहला जाता है। ജീവിതത്തിൽ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആത്മീയമായിട്ട് ഒരു മൂല്യവുമില്ല. और यीशु मसीह की जो वरदान हम प्राप्त नहीं किया जाएगा तो मसीह का साथ हमें कोई संबंध नहीं होता। നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, और पहले भजन संगीता 4 पद में ये वचन दिया है, ദുഷ്ടന്മാർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. और वहां पर दिया है दुष्ट लोग, और पवन में यही लिखा दुष्ट लोग ऐसा नहीं होते, वे उस फूसी के समान होते हैं जो पवन में उठाया जाती है। ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അംഗീകരിക്കാത്ത വ്യക്തികൾക്ക് ആത്മീയമായിട്ട് ഒരു മൂല്യവുമില്ല. हमारा जिंदगी में हमारा यीशु मसीह को हमारा एक भागी ना बनेगा तो मसीह का साथ हमें कुछ संबंध संपर्क नहीं होता है। ആദാം നിമിത്തം പാപത്തിൽ വീണുപോയതായ മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. आदम ये पाप किया, उसके कारण गिरे हुए मानव जातियों को मसीह का साथ जोड़ी बनाने के लिए मसीह ने हमारे लिए रास्ता खोला है। വീണുപോയ മനുഷ്യജാതിയെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമുക്കുള്ളത്. और गिरे हुए मानव जातियों को त्याग किए हुए मसीह नहीं, हमारा मसीह। രക്ഷയുടേതായ ഒരു പദ്ധതി ദൈവത്തിന് ഉണ്ടായിരുന്നു. उद्धार की एक रास्ता मसीह हमारे लिए खोल दिया है। മനുഷ്യൻ പാപം ചെയ്യുമെന്ന് സൃഷ്ടാവായ ദൈവത്തിന് അറിവുണ്ടായിരുന്നു. मानव जाति अपराध किया करेगा, यहोवा परमेश्वर की हृदय में जानकारी है। അങ്ങനെ പാപത്തിൽ വീഴുന്നതായ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയും ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. पाप के कारण यहोवा की महिमा से रहित हो गए हुए लोगों को उद्धार देने के लिए यीशु मसीह को परमेश्वर ने अलग किया था। ആദാമിന്റെ അനുസരണക്കേട് നിമിത്തം ലോകത്തെങ്ങും നമ്മൾ ദൈവത്തിന്റെ വചനത്തെ ധിക്കരിക്കുന്നതായ റബല്യസ് ആയിട്ടുള്ളതായ ഒരു ജനതയത്രേ കാണുവാൻ കഴിയുന്നത്. मसीह हमारे लिए दिया जिया, उसको त्याग करते हुए एक महाझुंड को यहोवा ने स्वर्ग से देखा है। അപ്പോ യാതൊരു ദൈവം അർഹിക്കാത്തതായ ഈ ദൈവത്തോട് മത്സരികളായ വ്യക്തികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ക്രിസ്തു യേശുവിലൂടെ ദൈവം ഒരു വഴി ഒരുക്കുകയുണ്ടായി. करुणा सिवा रहने वाले मानव जातियों को यहोवा की ओर जुड़ाने के लिए यहोवा परमेश्वर ने एक रास्ता खोल दिया है। അപ്പൊ ആദാമിൽ നഷ്ടപ്പെട്ടതായ മനുഷ്യനെ യേശു ക്രിസ്തുവിലൂടെ ദൈവം വീണ്ടെടുക്കുന്നതായ ഒരു പദ്ധതി അത്രേ തിരുവചനത്തിൽ നാം വായിക്കുന്നത്. आदम और ईव उन्होंने उल्लंघन किया, अपराध किया, पाप किया, उसके कारण रहित हो गए हुए लोगों को वापस लाने के लिए मसीह को परमेश्वर ने उपयोग किया है। പാപം നിമിത്തം കുറ്റബോധം കൊണ്ട് ഏദേൻ തോട്ടത്തില് ഒളിച്ചതായ വ്യക്തികളായിരുന്നല്ലോ ആദാമും ഹവ്വയും. पाप के निमित्त, पाप के कारण और वृक्ष की गुप्त में चुपचाप बैठ गया और आदम और ईव
എന്നാൽ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയും ഇങ്ങനെ റെബല്യസ് ആയിട്ടുള്ളതായ അനുസരണക്കേടിന്റെ മക്കൾക്ക് വീണ്ടും രക്ഷയുടേതായ ഒരു വാതിൽ തുറന്നു കൊടുത്തു. यहोवा परमेश्वर ने मसीह के द्वारा एक यहोवा के साथ मिलजुलने के लिए मसीह को एक कारण बना दिया है. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിത്തം യേശു ക്രിസ്തുവിന്റെയും ക്രൂശ മരണത്തിലും അതുപോലെ ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കുന്നതായ ഒരു വ്യക്തിക്ക് രക്ഷയുണ്ട്. यीशु मसीह के क्रूस आरोहण के बारे में सोच समझते हुए यीशु को अपनाया हुआ लोगों को मसीह ने एक रास्ता खोल कर दिया है. കാൽവരി ക്രൂശിൽ നാം കാണുന്നത് ഒരു വലിയ കൈമാറ്റമാണ്. അതായത് നമ്മുടെ പാപങ്ങൾ നാം കർത്താവിന്റെ കയ്യിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ യേശുവിന്റെ ആ നീതി നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. मानव जाति अपराध किया, परमेश्वर की महिमा से रहित हो गया. लो यीशु मसीह को ग्रहण किया, अपनाया, मसीह का साथ जोड़ी बना दिया. ലോകത്തിൽ ഒരേ ഒരു നീതിമാനേ ഉള്ളൂ, അതത്ര യേശു ക്രിസ്തു. वो दुनिया में एक धार्मिक व्यक्ति है, वो ही है यीशु मसीह. തന്റെ പാപികൾക്ക് വേണ്ടിയുള്ള തന്റെ മരണത്താലും ഉയർത്തെഴുന്നേറ്റ അനുഭവത്താലും ഈ ക്രിസ്തുവിന്റെ നീതി നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. यीशु मसीह की क्रूसारोहण मृत्यु के द्वारा यीशु मसीह हमारे लिए जीवन दिया और हमें उद्धार दिया. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം നീതിമാന്മാരായിട്ട് കണക്കാക്കിയിരിക്കുന്നു. इसी कारण में यीशु मसीह हमें धार्मिक बनाया. നമ്മുടെ ഓരോരുത്തരെയും പാപത്തിന്റെ അക്കൗണ്ട് യേശു ക്രിസ്തു ചൊരിഞ്ഞതായ രക്തത്താൽ അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. और हमारा पाप की जो दंड है, जो यीशु मसीह की क्रूसारोहण के द्वारा लोहू बहाकर वो हटा दिया है. നാം ക്രിസ്തുവിൽ വരുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് നാം ജഡീകന്മാരായിരുന്നു, പാപികളായിരുന്നു. हम यीशु को अंगीकार करने के पहले हम नामधारी और शारीरिक अभिलाषाओं में जीने वाले थे. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ കഴിയും. इसी कारण में यीशु मसीह के सामने हमारा हृदय उनका साथ रहकर जीने देता है. കുറ്റബോധമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്നും എന്ന ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കും. और हमारा अपराध को ढांपते हुए शुद्ध पवित्र कर हमें मसीह का साथ मिलजुलने के लिए एक रास्ता खोल कर दिया है. ദൈവം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്തതായ പാപങ്ങൾ പലപ്പോഴും പിശാച് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കൊണ്ടുവരും. और यीशु मसीह ने, परमेश्वर ने हमारा अपराध पाप को ढांप दिया, भूल गया. लेकिन शैतान ने ये बात हमारा सामने लाते हैं. നാം ഏറ്റുപറഞ്ഞതായ എല്ലാ പാപങ്ങളും സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അവൻ വലിച്ചെറിഞ്ഞു. वचन यही रहता है, हम किया हुआ सारे गुनाहों और समुद्र की गहराइयों में परमेश्वर ने फेंक दिया है. പിന്നത്തെ ഇതില് ദൈവം അത് വള്ളവും വലയുമായി പോയിട്ട് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നും ആ പാപങ്ങള് വലിച്ചെടുത്തു കൊണ്ടുവരുന്ന സ്വഭാവമല്ല ദൈവത്തിനുള്ളത്. और हम पीछे मुड़ जाएगा तो फिर वहां से समुद्र की गहराई से जाल बिछाकर वो ही उठाकर लाने वाला है नहीं है हमारा यीशु मसीह. അതുകൊണ്ട് ഉറപ്പോടും വിശ്വാസത്തോടും കൂടിയും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥന അപേക്ഷകൾ സമർപ്പിക്കാം. इसी कारण में निर्णय के साथ, प्रार्थना के साथ हम जोड़ीदार बनना भला है. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ക്രിസ്തു യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. और आत्मिक जागृति हमारा मसीह के द्वारा हमको मिलता है, उसके बारे में हम मनन करेंगे. നീതിമാനായ ദൈവവുമായിട്ട് പാപികൾക്ക് ഒരു നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ക്രിസ്തു യേശുവിലൂടെ നാം സമാധാനം പ്രാപിക്കുന്നു. ये धार्मिक बना दिया. धार्मिकता के बारे में मसीह ने हमारा साथ बात की
इसी कारण में हमें दो धा एकता में लाया। അതുകൊണ്ട് പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലും ക്രിസ്തുവിന്റെ സമാധാനം നമ്മിൽ നമ്മിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. इसी कारण में पवित्रताई में जीवन बिताने के लिए रास्ता खोलकर मसीह के लिए हमें अपनाया है। പരിശുദ്ധാത്മാവിൻ്റെതായ ഒരു ദാനമാണല്ലോ ഈ സമാധാനം എന്ന് പറയുന്നത്. पवित्र आत्मा की दान है शांति। സാഹചര്യങ്ങള് നോക്കിയിട്ടുള്ളതല്ല ഈ സമാധാനം എന്ന് പറയുന്നത്. हमारा परिस्थिति को देते हुए देने वाला नहीं शांति। സാഹചര്യങ്ങളുടെ മീതെയും അല്ലെങ്കിൽ വെള്ളത്തിന് മീതെ നടക്കുന്ന ഒരു അനുഭവം അത്രേ ഒരു വിശ്വാസിക്കുള്ളത്. और पानी में धैर्य है, पानी में चलते हैं, यही एक इतिहास हमारा पीछे है। നാം ക്രിസ്തുവിൽ ഉള്ളവരായതുകൊണ്ട് ക്രിസ്തുവിന്റെ സമാധാനം നമ്മിൽ വാഴുന്നു. मसीह में हम रहते हैं, इसी कारण में मसीह की शांति हमारे में आता है। ഭൂമി കുലുങ്ങി സമുദ്രത്തിന് മധ്യേ വീണാലും നാം നിർഭയമായി വസിക്കും. भूमि ढल जाएगा और हिल जाएगा तो भी मसीह में हम जीते हैं। മറ്റൊരു ആത്മീയ അനുഗ്രഹം അത്രേ സന്തോഷം എന്ന് പറയുന്നത്. दूसरा आत्मिक जागृति है आनंद। ഒരു ദൈവപൈതലിന് ലഭിക്കുന്നതായ ഈ സന്തോഷം എന്ന് പറയുന്നത് ഭൗതിക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. वही एक परमेश्वर की संधान आनंद बनाता है, ये इतिहास देखते हुए नहीं है। അനേക പ്രതികൂലങ്ങളുടെയും പീഡനങ്ങളുടെയും മധ്യേ പൗലോസ് വളരെ സന്തോഷവാനായിരുന്നു. और प्रेरित पौलुस की सेवकाई में इतने पीड़ित होते रहते हैं, फिर भी पौलुस आनंद मगन होते रहते थे। ഭൗതിക സമ്പത്തിൻ്റെതായ അടിസ്ഥാനത്തിലുള്ളതായ ഒന്നല്ല ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത്. और आर्थिक तौर पर की उन्नति देखते हुए मसीह ने हमें आनंद दिलाजा नहीं देते हैं। ക്രിസ്തുവിലൂടെ രക്ഷ കണ്ടെത്തിയവരത്രേ ദൈവമക്കൾ. मसीह में से उद्धार देखा हुआ लोग है मसीह की लोग। ഈ രക്ഷ എന്ന് പറയുന്നത് ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാകുന്നു. ये आत्मिक उद्धार यही है और उद्धार की झंडा। ഈ രക്ഷ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സൗജന്യമാണെങ്കിലും യേശു കർത്താവിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. और हमारे बारे में सोच समझेगा तो ये उद्धार और मुफ्त पर हम मिला है, लेकिन मसीह को वो मूल्य रखना पड़ा। പിന്നെ ഈ ക്രിസ്തു യേശുവിലൂടെ നാം ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടവരത്രേ. मसीह की लोहू के कारण धर्मी बनाया है। അതുകൊണ്ട് ഇനി പഴയ കാലത്തുള്ള പാപങ്ങളെ ഓർത്ത് നാം കുറ്റബോധത്തോടു കൂടി ഇരിക്കേണ്ട ആവശ്യമില്ല. इसी कारण में मसीह में आने के पहले जितना गलत काम किया है उसका बारे में सोच समझ कर चिंता होकर मसीह में से रहित होने का कोई कारण नहीं है। പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളുടെ മധ്യേയും നമുക്ക് തളർന്നു പോകാതെ നിൽക്കുവാൻ, പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം നമ്മെ ശക്തീകരിക്കുന്നത് ഈ ആത്മീയ അനുഗ്രഹം അത്രേ. ये आत्मिक आशीष के कारण सारे आंदोलन में, प्रश्नों में बचाकर मसीह का साथ हाथ जोड़कर मिलजुल जाने के लिए अवसर देता है। നമ്മുടെ ചുറ്റുപാടുമുള്ളതായ അനേകം വ്യക്തികളെ ജീവിതത്തിലെ ചില പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അവർ പോയി ആത്മഹത്യ ചെയ്യുന്നു. और आजकल दिनों में हम देखते हैं बहुत सारे लोग ये हमारा चारों तरफ भी प्रतिकूल अनुभव आते हैं, अपना स्वयं जीवन त्याग करते हैं। നമ്മെ ശക്തീകരിക്കുന്നതായ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പ്രതികൂലങ്ങളുടെ മധ്യേയും ഒഴുക്കിനെതിരെയും നീന്തി മുമ്പോട്ട് പോകുവാൻ കഴിയും. हमारा मसीह की आत्मा हमारे में वास करता है, इसी कारण में कुछ प्रतिकूल आते हैं, हम पकड़कर सिर रहते हैं। അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിന്റെ ഭവനത്തിലെ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങൾ അത്ര. और इसी कारण में यही है दो मसीह में हम सिर रहते हैं, इसी कारण में स्वर्गीय भवन की भाग बन जाते हैं।
അത് ഈ പാപലോകത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടതായ നാം ഓരോരുത്തരും കാൽവരി ക്രൂശിലെ ആ യാഗം നിമിത്തം ദൈവ ഭവനത്തിലെ അംഗങ്ങളായി തീർന്നു. हमारे यीशु मसीह के क्रूसारोहण के द्वारा हमारे पाप में ढाकर वो रक्त बहाकर हमें चुन लिया है, मोल लिया है। इसी कारण में वो भवन की अंग बन गया है। ഈ ക്രിസ്തു ദൈവത്തിന്റെ ഭവനത്തില് നമുക്ക് പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം അതിൽ ദത്തെടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ ഇടയായി തന്നത് ക്രിസ്തു യേശുവിലൂടെ അത്രേ. हम यीशु मसीह की एक भवन की एक भागी होने कारण यीशु मसीह की लोहू के कारण चुन लिया है। इसी कारण में ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെയും കുറിച്ച് പറയുന്നത് ക്രിസ്തുവിന്റെ സഹോദരന്മാരെന്നത്. मसीह में विश्वास रखने वाले के बारे में मसीह की वचन कहलाता है, मसीह की भाई बन गया है। യേശു ആദ്യജാതൻ, നാം എല്ലാവരും അത് യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരത്രേ. और यीशु मसीह प्रथम पुरुष है, बाकी हम सब उनका छोटा भाइयों बन जाते हैं। ക്രിസ്തുവിനുള്ളതായ അതേ അനുഗ്രഹങ്ങൾ നമുക്കും ലഭ്യമാക്കാവുന്നതാണ്. यीशु मसीह में जो अनुभव होता है वो हम सब प्राप्त कर सकते हैं। നാം വായിച്ചതായ ഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മെ കർത്താവായ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്നാണ്. हम पढ़ा हुआ वचन में यही दिया है, ये दुनिया को नेव डालने की पहले मसीह ने हमें चुन लिया है। ഞാൻ ഈ ഭാഗത്തെ കുറിച്ച് ആഴമായിട്ട് പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ നാം ചിന്തിക്കുന്നതായ വേദഭാഗം തിയോളജിയന്മാരുടെ ഇടയിൽ നിരവധിയും തർക്കങ്ങളും അതുപോലെ പല പല ഡോക്ട്രിൻസും ഒക്കെ ഇവോൾവ് ചെയ്യുന്നതിന് ഇടയാക്കിയതായിട്ടുള്ള ഒരു വേദഭാഗമാണ്. और यहाँ पर इफिसियों की पत्री पहले अध्याय 4वां पद में लिखा इसके बारे में, वो ज्ञानियों वैज्ञानिक लोग पढ़े लिखे हैं, पढ़ा है, इसके बारे में बहुत गड़बड़ में गिर गया है। ചിലർ പറയുന്നു ഇവിടെ നാം വായിച്ചതുപോലെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന്. औरों ने कहते हैं मसीह ने हमें चुन लिया है। മറ്റ് ചിലര് അതിനെ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നു ഞങ്ങളാണ് യേശുവിനെ തിരഞ്ഞെടുത്തത് എന്ന്. औरों ने ऐसी बात कहते हैं मसीह हमें चुना नहीं है, हम मसीह को चुन लिया है। ഈ രണ്ടു തരത്തിലുള്ള വചനങ്ങളും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. और दोनों वचन बाइबल के अंदर पाया जाता है। അതുകൊണ്ട് നമുക്ക് പിന്നെ അനാവശ്യമായ വിവാദങ്ങൾക്ക് നമ്മൾ അതിൽ പങ്കുചേരാതെ നമുക്ക് വചനത്തിൽ എഴുതിയിരിക്കുന്ന അതേപടി സ്വീകരിക്കാം. और इसी कारण वाद विवाद में हम जाना नहीं, गिरना नहीं, मसीह की वचन की भागी बनकर आगे बढ़ना उत्तम है। അതെ, ഈ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിനുള്ളതായ അവകാശം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. यीशु मसीह को स्वीकार करने के लिए वो वरदान प्रभु ने हमारे लिए दिया है। യേശു ക്രിസ്തുവിനെ താല്പര്യമില്ലാത്ത ആളുകൾക്ക് സ്വീകരിക്കാതെയും ഇരിക്കാം. यीशु मसीह को ऊपर भरोसा नहीं रखता, आग्रह नहीं रखेगा तो उनको यीशु को त्याग कर सकते हैं। ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവായ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നും പറയുന്നു. ये जगत की उत्पत्ति से पहले उसने चुन लिया है। മനുഷ്യൻ പാപത്തിൽ വീഴുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിൽ അത് പാപത്തിൽ വീഴുന്നതായ മനുഷ്യനെ രക്ഷിക്കുന്നതിനുള്ളതായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. और मानव जाति पाप की गिरावट में आने का पहले यहोवा परमेश्वर ने मसीह को अलग कर योजना बना कर रखा है। അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൻ തിരഞ്ഞെടുത്തു. इसी कारण में 4 पद में लिखा, और जगत की उत्पत्ति से पहले उसने चुन लिया है। അതെ, ക്രിസ്തു യേശുവിലൂടെ ഒരു ദൈവിക പദ്ധതി, ഒരു രക്ഷാ പദ്ധതി ദൈവം ഒരുക്കിയിരുന്നു. यीशु मसीह के द्वारा उद्धार की एक योजना यहोवा परमेश्वर ने तैयार कर रखा था। ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതായ വ്യക്തികൾക്കുള്ളതായ ഒരു അവസരം ദൈവം മുന്നമേ കണ്ടിരുന്നു.
यीशु में आने वालों के लिए एक योजना बनाकर यहोवा परमेश्वर ने तैयार कर रखा है। നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അങ്ങനെയുള്ളതായ ആ ദൈവത്തിന്റെ ലോകസ്ഥാപനത്തിന് മുമ്പേയുള്ള പദ്ധതിയിൽ ആയിത്തീരുവാൻ ഇടവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. वो परमेश्वर ने ऐसी योजना बनाकर मसीह की स्तुति और आराधना एकता में यहोवा परमेश्वर ने हमें लाया है, इसी के लिए धन्यवाद देता हूं. അതെ, ലോകസ്ഥാപനത്തിന് മുമ്പ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നു. और जगत की उत्पत्ति से पहले यीशु मसीह क्रूसारोहण होंगे, इसके बारे में लिखा गया है. അപ്പോ നമ്മെ ഈ തലമുറയിൽ ജീവിക്കുന്നതായ നമ്മെ ഓരോരുത്തരെയും ദൈവം മുന്നമേ കണ്ടിരുന്നു. ये पीढ़ियों में जितने लोग रहते हैं उसके बारे में जगत की उत्पत्ति की पहले मसीह ने यहोवा परमेश्वर ने अपने मन में लगाया रखा था. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മെ വിശുദ്ധിയുള്ളവരായി തീരുവാൻ. मसीह ने हमें चुन लिया है, क्या कारण के लिए है? और हमें उसके निकट प्रेम में पवित्र और निर्दोष होने के लिए. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. और भूमि के उत्पत्ति के पहले उसमें चुन लिया कि हम उसके निकट प्रेम में पवित्र और निर्दोष हो. ഈ നമ്മെ വിശുദ്ധരായും നിഷ്കളങ്കരായിരിക്കുവാനും അതെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായി തീരുവാനും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. प्रेम और पवित्र और निर्दोष होने के लिए मसीह ने हमारे और चाहते हैं. ലോകത്തിന്റെ മാലിന്യങ്ങളിൽ പെട്ടുപോകാതെ നമ്മെ വിശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവത്രേ. और संसारिक किचड़ में और दोष अपराध में गिरने के पहले मसीह ने उनका हाथ से हमें और लपाटते हैं. തെരഞ്ഞെടുത്തവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകുകയുണ്ടായി. और चुन लिया है, उनके ऊपर पवित्र आत्मा उंडेल दिया है. ഈ പരിശുദ്ധാത്മാ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തും. ये पवित्र आत्मा अनंत काल के बारे में और न्याय के दंड के बारे में वो समझाता है, सिखाता है. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ കണ്ടിരുന്നു. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. और दुनिया की नेव डालने के पहले मसीह हमें देखा है, इसी कारण मैं धन्यवाद करूं. ക്രിസ്തു യേശു മുഖാന്തരം പിതാവായ ദൈവം നമ്മെ ദത്തെടുത്തിരിക്കുന്നു എന്ന് ഈ ഭാഗത്ത് നാം വായിക്കുന്നു. मसीह के लोहू के कारण मसीह ने हमें मोल लिया है, खरीद लिया है. നമുക്ക് എന്താണ് സൗജന്യമായി നൽകിയതായ കൃപാമഹത്വം എന്നും ഇവിടെ പറയുന്നുണ്ട്. और मसीह ने और दान दिया है, सौभाग्य पुत्र बना दिया है. അപ്പൊ നമുക്ക് ഈ എന്താ ദൈവത്തിന്റെ കൃപ ലഭിച്ചത്, ദൈവത്തിന്റെ ഫേവർ നമുക്ക് ലഭിച്ചത് പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ അത്രേ. हमें ये वरदान दिया है, यीशु मसीह परमेश्वर का एकलौता पुत्र है, वो पुत्र के द्वारा हमें ये सारे अनुग्रह दी गई है. ക്രിസ്തു യേശുവിലൂടെ അത്രയും അതെ അവൻ പ്രിയവനായവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് അത്ര. और हमें प्रिय बनाया है यीशु मसीह के द्वारा है. അതെ, നമുക്ക് സൗജന്യമായി അവന്റെ കൃപ, അവന്റെ സാന്നിധ്യം നമുക്ക് നൽകുകയുണ്ടായി. और हम कुछ दिया नहीं है, मुफ्त पर ये वरदान हमारे लिए मसीह दिया है. അപ്പോ നാം ചിന്തിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന് അതെ വിശുദ്ധമായ ഒരു ജനം ഉണ്ടായി തീരുന്നതിന് വേണ്ടി അത്രേ. और हमें पवित्र किया है, मसीह के लिए एक पवित्र योग्य लोगों को नियुक्त रखने के लिए, ठहराने के लिए है. അപ്പോ ദൈവത്തിന്റെ ഈ സൗജന്യ രക്ഷ പ്രാപിച്ചതായ നാം ഓരോരുത്തരും നിരന്തരം ഈ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. वहां पर दी है अपनी इच्छा के भले और अभिप्राय के अनुसार हमें अपने ले बालक से ठहराया कि यीशु मसीह के द्वारा हम
उसके लिए बालक पुत्र हो गया है। ഈ ആത്മീയ അനുഗ്രഹങ്ങളുടെ ഉറവ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിൽ അത്രേ. और ये आत्मिक सौता यही है, यहोवा परमेश्वर की ओर से है। അപ്പോ പാപികളായ മനുഷ്യരെ രക്ഷിച്ചതായ ഈ ദൈവത്തെ രക്ഷിക്കുന്നതായ ഈ ദൈവത്തിന് എല്ലാ മഹത്വവും സ്തുതിയും നാം അർപ്പിക്കണം. पापी और अपराधी हो गया है, मसीह ने हमें उनका लोहू की धारे चुन लिया है। इसकी हमारे मिलते वरदान सब मसीह की ओर से है। യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. यूहन्ना का सुसमाचार 15वां अध्याय 16वां पद में ऐसी प्रकार लिखा गया है, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. तूने मुझे नहीं चुना परंतु मैंने तुम्हें चुना है और तुम्हें नियुक्त किया कि तुम जाकर फल लाओ और तुम्हारा फल बना रहो। റോമർ 8-ാം അധ്യായം 29-ാം വാക്യം. रोमियों की पत्री 8वां अध्याय उसका 23वां पद। അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ वो നിയമിച്ചവരെ हम देवालय का पुत्र बनने के लिए दुनिया को नेव डालने की पहले हमारा यीशु मसीह में से हमें चुन लिया है। അപ്പോ ദൈവം മുൻ നിയമിച്ചതായ നാം ഓരോരുത്തരെയും യേശു ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തു ആദ്യജാതൻ എന്ന് ഇവിടെ പറയുന്നില്ല, അവന്റെ സ്വരൂപത്തോട്, ക്രിസ്തുവിന്റെയും സ്വരൂപത്തോട് നാം അനുരൂപരാകുവാനാണ് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. और मसीह ने मसीह की स्वरूप में और सादृश्यों में बनाकर उनकी संतान होकर रहने के लिए चुन लिया है। അപ്പോ ഈ ദൈവം നമ്മെ അംഗീകരിക്കണമെങ്കിൽ, അവന്റെ കുടുംബത്തിലെ ഒരു അംഗമാക്കി തീർക്കണമെങ്കിൽ ദൈവത്തിന്റെ കണ്ടീഷൻ നമ്മൾ പാലിക്കണം. और मसीह की कुटुंब में, परिवार में एक भागी अंग बनना चाहता है तो वो धर्मशास्त्र हमें सिखाते हैं, वो वचन अपनाना चाहिए। ദൈവത്തിന്റെ കുടുംബത്തിൽ അംഗമായി തീരുവാൻ തക്കവണ്ണം നാം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അനുതാപത്തോടുകൂടി കടന്നു ചെല്ലേണ്ടത് ആവശ്യമായിരിക്കും. मसीह की कुटुंब की एक परिवार बनना चाहता है तो उनका वचन अपनाना जरूरत है। നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ പ്രയത്നം കൊണ്ടോ ഇച്ഛാശക്തി കൊണ്ടോ നമുക്ക് ദൈവത്തിന്റെ പാപിയായ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല. अपना इतिहास के द्वारा, जिंदगी का बर्बाद होते हुए काम कार्य के द्वारा मसीह की संतान बनने के लिए हो नहीं सकता है। അത് ദൈവം നമ്മെ അംഗീകരിക്കുന്നത് അവന്റെ വ്യവസ്ഥ പ്രകാരം അനുതാപത്തോടുകൂടി കണ്ണുനീരോടുകൂടി പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവന്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴത്രേ. हम मसीह की संतान बनने के लिए उनका चितौनी अपनाना और ग्रहण करना, माफी देना, मांगना और पवित्र बना दे और उसका कुटुंब की एक भागी बन सकते हैं। വേദപുസ്തകത്തില് ഫിലമോൻ എഴുതിയതായ ഒരു ലേഖനമുണ്ട്. और बाइबल में, धर्मशास्त्र में फिलेमोन नाम एक व्यक्ति को एक पत्री पौलुस ने लिखा है। കൊലോസിലെ സഭയിലെ ഒരു എൽഡർ ആയിരുന്നു, ഒരു എൽഡർ ആയിരുന്നു ഫിലമോൻ. फिलेमोन कोलेसिया मंडली की एक प्राचीन व्यक्ति थे। ആ സഭ സ്ഥാപിച്ചത് പൗലോസാണ്. जो मंडली स्थापित किया प्रेरित पौलुस थे। ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത്, ഈ അന്ന് അടിമ വ്യാപാരം നിലവിലിരുന്ന കാലഘട്ടമായിരുന്നു. और गुलामियों को और बेचने वाला एक नियम उसी समय में थे। റോമിലുള്ളതായ ഒരു യജമാനന് ശരാശരി 20 ആളുകൾ അടിമകളായിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. रोमियों के साधारण व्यक्ति को 20 जन तक गुलामी ये लोग रहते थे। അവർക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ലായിരുന്നു.
उनको कुछ आजादी नहीं दे। അങ്ങനെ ഉള്ള ഈ ഒരു അടിമ ഇദ്ദേഹത്തിന് ഫിലമോൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് ഒനേസിമോസ്. और इसका वो व्यक्ति थे, एक गुलामी थे, उनका नाम एक फिलेमोन है। ആ, ഒനേസിമോസ്. वो फिलेमोन को एक गुलाम थे, ओनेसिमोस। ഒനേസിമോസ് അവൻ ബാലനായിരുന്നു. അവൻ ഒരു നാൾ ഫിലമോന്റെ അവന്റെ യജമാന്റെ എന്തോ വിലയേറിയതായ ഒരു സാധനം മോഷ്ടിച്ചു കൊണ്ടുപോയി. ओनेसिमोस और फिलेमोन का घर से कुछ मूल्य वस्तु चुन लेकर वहां से भाग गया है। അവൻ അവിടെ നിന്നും ഓടി റോമിലേക്ക് പോയി. उन्होंने वहां से रोम की ओर दौड़ गया है। വളരെയധികം ആളുകൾ തിങ്ങി പാർക്കുന്നതായ റോമ പട്ടണത്തിലും അത് അവനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ബോധ്യത്തിലത്രേ അവൻ അവിടെ പോയി ജീവിച്ചത്. वो उसको जान पहचान नहीं होता है, इसका मतलब इतनी भीड़ देखते हैं उसको पकड़ेगा नहीं, सोच समझकर उन्होंने वहां पर रोमियों की शहर में और चले गया था। അവൻ എന്തോ കുറ്റകൃത്യത്തിന് പിന്നെയും പിടിക്കപ്പെട്ടിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. और कुछ भी कारण से उनको पकड़वाया गया है, जेल खाने में डाल दिया है। അപ്പോ അവിടെ ജയിലിലായിരുന്നപ്പോൾ അവൻ പൗലൂസ് അവിടെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സമയമായിരുന്നു. और प्रेरित पौलुस ने जेल खाना में बंदी थे, उसी समय ये ओनेसिमोस को भी वहां पर बंदी होकर डाल दिया है। അങ്ങനെ പൗലൂസുമായിട്ട് പരിചയപ്പെട്ടതായ ഒനേസിമോസ് തന്റെ വിവരങ്ങളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിച്ചു. ओनेसिमोस और प्रेरित पौलुस दोनों आपस में मिलजुला है, बातचीत किया, उनका गलती क्या है सब कुछ प्रेरित पौलुस की और साथ बांट दिया है। അവിടെ വെച്ച് പൗലൂസ് അവനോട് സുവിശേഷം പറയുകയും അവൻ മാനസാന്തരപ്പെട്ട് ഒരു ദൈവപൈതലായി തീർന്നു. और जेल खाने में ये ओनेसिमोस ने सुसमाचार सुनकर मन फिराया है। അവൻ പറഞ്ഞു അവനും കൊലോസിലുള്ളതായ വ്യക്തിയാണെന്ന് ഈ ഒനേസിമോസ് ധരിപ്പിച്ചു. और ओनेसिमोस ने प्रेरित पौलुस ने यही बात दी है, हम भी वहां रहने वाले थे। അപ്പോൾ പൗലൂസ് പറഞ്ഞു ആ സഭ സ്ഥാപിച്ചത് ഞാനാണ്, ഫിലമോനെ എനിക്കറിയാമെന്ന്. और प्रेरित पौलुस ने तब कहा फिलेमोन के बारे में मुझे को जानकारी है, वो मंडली मैंने स्थापित किया है। അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നീ ജയിൽ മോചിതനായിട്ട് പോകുമ്പോൾ ഒരു കത്ത് കൂടി ഞാൻ തന്നയക്കാമെന്ന് പറഞ്ഞു. प्रेरित पौलुस ने ओनेसिमोस की ओर कहा है, फिलेमोन को जेल खाने से तू जाने का समय एक चिट्ठी भी तेरे हाथ में दिया देंगे। അതാണ് ഫിലമോൻ എഴുതിയതായ ലേഖനം. वही है फिलेमोन के लिए लिखा हुआ पत्र। അത് എന്താണ് എബ്രായ ലേഖനത്തിന് തൊട്ട് മുമ്പായിട്ട് നമുക്കത് കാണുവാൻ കഴിയും. इब्रानियों की पत्री लिखने की पहले फिलेमोन के बारे में, ओनेसिमोस के बारे में लिखा गया है। കറക്റ്റ്. അപ്പോ അത് ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. एक अध्याय का भी है। അപ്പം ഇയാള് ജയിൽ മോചിതനായിട്ട് പിന്നെ ഈ കത്തുമായിട്ട് കൊലോസിലേക്ക് പോയി. और यही पत्र लेकर पौलुस ने जेल खाना में से ओनेसिमोस को दिया, ये पत्र लेकर और कोलेसिया की ओर गई है। അപ്പോ അദ്ദേഹം പറഞ്ഞത് അതിലെ കത്ത് കണ്ടപ്പോൾ തന്നെയും അല്ലെങ്കിൽ ഇവനെ കണ്ടപ്പോൾ തന്നെ ഇവനെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്യണമെന്നാണ് പിന്നെ ഫിലെമോൻ വിചാരിച്ചത്. और फिलेमोन ने मन ने एक सोच विचार की, ये गुलामी को देखते हुए उनको सताने के लिए, पीड़ा देने के लिए और फिलेमोन ने सोच विचार किया था। അപ്പോൾ ഒനേസിമോസ് അദ്ദേഹത്തോട് പറഞ്ഞു ഈ കത്ത് ഒന്ന് വായിച്ചിട്ട് എന്നെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. और पीड़ा देने के पहले एक चिट्ठी थोड़ा पढ़कर बाद में दंड मुझे दे। പൗലൂസ് ഇവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു.
और प्रेरित पौलुस ने ये ओनेसिमोस के बारे में उसका अंदर लिखा गया था। പൗലോസ് അതിൽ പറഞ്ഞത് അവനോട് ക്ഷമിക്കണമെന്നാണ്. प्रेरित पौलुस ने उनको कहने लगा उनको क्षमा दे। അവൻ നിനക്ക് എന്തെങ്കിലും കടംപെട്ടിരിക്കുന്നു എങ്കിൽ അത് എന്റെ അക്കൗണ്ടിൽ ഞാൻ അത് തീർത്തുകൊള്ളാമെന്ന് അതിൽ ഉറപ്പ് കൊടുത്തു. और ये फिलेमोन ओनेसिमोस तुम्हारे साथ कर्जदार कुछ है और मेरे नाम पर लिखो मैं तुम्हें देंगे। അതുകൊണ്ട് സന്തോഷത്തോടുകൂടി അവനെ തിരികെ സ്വീകരിച്ചു കൊള്ളണം എന്ന് ആവശ്യപ്പെട്ടു. बहुत आनंद खुशी मन का साथ तूने उनको स्वीकार करे अंगीकार करे। അപ്പോ ഈ ഒനേസിമസ് ആവശ്യപ്പെട്ടതുപോലെ ഫിലമോൻ ആ കത്ത് വായിക്കുകയും അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിൽ വലിയ വ്യത്യാസമുണ്ടായി. और ओनेसिमोस दिया हुआ चिट्ठी के बारे में पढ़कर और फिलेमोन ने ओनेसिमोस को अंगीकार स्वीकार किया है। യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയും ചെയ്തതായ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പാപകടങ്ങൾ, നാം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നതായ ആ കടങ്ങൾ, നമ്മുടെ കടങ്ങളൊക്കെയും യേശു ഏറ്റെടുത്തു. और यीशु मसीह ने हम जितने कर्जदार थे जो सारे यीशु मसीह अपने आप को अपने ऊपर उठा लिया है। ക്രിസ്തുവിൽ ജീവിക്കുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ പിതാവായ ദൈവം നമ്മിൽ കാണുന്നത് ക്രിസ്തുവിനെ അത്രേ. हमें देखते हैं पिता परमेश्वर ने मसीह के द्वारा हमको देखते हैं। അതുകൊണ്ട് കാരണം നമ്മുടെ പാപകടങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകിയും നമ്മെ ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കുന്നു. और कारण ये यीशु मसीह की रक्त लोहू के कारण हमको धो लिया है। അതുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്വീകരിപ്പാൻ ദൈവം സന്നദ്ധനത്രേ. इसी कारण में हम जहां पर है, जहां पर हमको नियुक्त किया है उसके बारे में सोच समझना भरा है. പാപികളായ നമ്മളോടുള്ള ദൈവത്തിന്റെ ക്രോധം പരിഹരിക്കപ്പെടുന്നത്, അത് ശമിപ്പിക്കുന്നതിന് നാം ക്രിസ്തുവിന്റെ നാമത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് സാധ്യമായി തീരും. मसीह की क्रोध हमारा ऊपर उड़ने की पहले हमारा पिता परमेश्वर ने किए हुए मेहनत की फल हम पाता है, हमारे में मिलता है. ഫിലെമോന്റെ ലേഖനം 18-ാം വാക്യം നമുക്ക് വായിക്കാം. और फिलेमोन की पत्री 18वां पद में हम पढ़े, അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. यदि उसने तेरी कुछ हानि की है या उस पर तेरा कुछ आता है तो मेरे नाम पर लिख लो. അദ്ദേഹം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. और फिलेमोन के बारे में प्रेरित पौलुस ने यही बात किया, मैं तुमको याद स्मरण दिलाता है अपने आप को मुझे देने के लिए तू तैयारी है. അപ്പം ഒരു കാലത്ത് പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ അത്രയും ഫിലെമോൻ രക്ഷയുടെ അനുഭവത്തിലായി തീർന്നത്. पहले प्रेरित पौलुस की सेवकाई के द्वारा फिलेमोन यीशु को अपनाया है, ग्रहण किया है. ഫിലെമോൻ ക്ഷമ, ദൈവത്തിന്റെ ക്ഷമ പ്രാപിച്ചവനാണ്. फिलेमोन ने मसीह की ओर से क्षमा मांगा हुआ व्यक्ति है. അതുകൊണ്ട് അവൻ മറ്റുള്ളവരോട് ക്ഷമിക്കണം. इसी कारण में दूसरों के साथ क्षमा मांगे. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ മറ്റുള്ളവരോട് ക്ഷമിപ്പിൻ. मसीह ने ये बात चेतावनी दी, मैं तुम्हारा पाप क्षमा की, इसे नहीं तूने औरों को पाप क्षमा करे. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമ്മോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവരോടും നമ്മൾ ക്ഷമിക്കണമെന്ന് യേശു നമ്മോട് ആവശ്യപ്പെട്ടു. यीशु मसीह ने ये चेतावनी दिया, मसीह हमारे ऊपर दया किया, इसी नहीं हम औरों के ऊपर भी दया दे. ഇനിയും ഇവിടെ ഈ ഭാഗത്ത് നാം നോക്കുമ്പോഴത്തേക്ക് ഈ അടിമ വ്യാപാരവും അല്ലെങ്കിൽ യജമാനന്മാരും മുതലാളിമാരും തൊഴിലാളികളും തമ്മിലുള്ളതായ ഒരു കാര്യം നമുക്കിവിടെ കാണുവാൻ കഴിയും. और गुलाम स्वामी दास
इसके बारे में भेड़ फर्क है, मेल मिलाप है, यह सब बात यहाँ बरपाया जाता है। കഴിഞ്ഞ നൂറ്റാണ്ട് വരെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിമ വ്യാപാരം നിലവിലിരുന്നു. कई वर्षों की पहले तक ये गुलाम की बिक्री करते हैं, लेना देना काम चलते रहते थे। എന്നാൽ സുവിശേഷത്തിൻ്റെതായ ശക്തിയാൽ ഈ സ്ഥലങ്ങളിലൊക്കെയും അടിമ വ്യാപാരം അത് ഇല്ലായ്മ ചെയ്യുന്നതിനിടയായി തീർന്നു. इसे यही बात सुसमाचार की घोषणा के कारण ये लेना देना काम रुक दिया है, बंद कर दिया है। വിശ്വാസികളായിരിക്കുന്ന വ്യക്തികൾ അത് മറ്റുള്ളവരുടെ സാമ്പത്തിക സ്ഥിതിയിലുള്ളതായ ഏറ്റക്കുറച്ചിലുകൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ വർണ്ണ വ്യത്യാസങ്ങൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥകൾ നോക്കിയിട്ടോ അല്ല, മറിച്ച് ക്രിസ്തുവിലുള്ളതായ ആ സ്നേഹം നിമിത്തം അതേ സ്നേഹത്തോടു കൂടി തന്നെ മറ്റുള്ളവരും ഇടപെടുവാൻ തയ്യാറായി. और उसी समय में जाति विभिन्न प्रकार की नीचे जाति और ऊंचे की श्रेणी पर है, उनका पाप के थले उन्होंने पग लगा कर रखते थे। जो लोगों को मसीह की रिक्त सुसमाचार की घोषणा के कारण आजादी दी, जो आजादी के साथ हमें टकराया है, इसी कारण हम भी जो वचन उठाकर जाना प्रचार करना हमारा फर्ज है। യേശുവിനെ അത് പറയുവാൻ കഴിയും, കാരണം പാപത്തിന്റെയും സാത്താന്റെയും അടിമത്തത്തിൽ നിന്നും അവൻ നമ്മെ വിമോചിപ്പിച്ചു. यीशु को ये वचन दे सकता है, हम भी पाप और अपराध के गुलाम में थे, वहां में हमारा गुलाम की जुआ उतार कर आजादी दी है। അതുകൊണ്ട് നാം ക്ഷമിക്കപ്പെട്ടവരായതുകൊണ്ട് മറ്റുള്ളവരോടും ക്ഷമിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട്. हमारे में क्षमा दी, इसी कारण में औरों को क्षमा देने के लिए हम तैयारी होना आवश्यकता है। റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം നാം വായിച്ചല്ലോ അല്ലെ, 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരൻ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാൻ നിയമിച്ചിരിക്കുന്നു. और इसलिए रोमियों की पत्री में दिया और हमें पहले नियुक्त किया, ठहराया और मसीह की संतान बनने के लिए। इसका मतलब हमारे प्रभु यीशु मसीह के परमेश्वर और पिता की धन्यवाद हो कि अपने उसने हमें मसीह में स्वर्गीय स्थानों में सब प्रकार की आशीष, आत्मिक आशीष दी है। ആകയാൽ നാം സ്വർഗീയന്മാരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. इसलिए हम संसार में जीते हैं, लेकिन जाने का समय स्वर्गीय निवास स्थान के लिए हम स्वीकार किए हुए लोग हैं। നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിനോടുള്ളതായ നമ്മുടെ അടുപ്പം കൊണ്ടത്രേ, ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധം കൊണ്ടത്രേ. हम ये आत्मिक जागृति मिलता है, मसीह का साथ हम मिलजुलने के कारण हमें एक सा में लाया है। ക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്തത് അവന്റെ ഇഷ്ടം ചെയ്യുവാനും ലോകത്തിൽ ക്രിസ്തു ചെയ്തതായ അതേ ദൗത്യം നിറവേറ്റുന്നതിനും വേണ്ടിയത്രേ. हमें मसीह ने चुन लिया है, मसीह ने बताया हुआ वो बात पूरा करने के लिए, वो प्रेम दिलाने के लिए प्रभु ने चुन लिया है। ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി അത്രയും നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മെ लाने के लिए हमें चुन लिया है। അല്ല ഒരു ഉദ്ദേശമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് നാം രക്ഷ നേടിയ ആ സമയത്ത് തന്നെ ദൈവത്തിന് നമ്മെ ഇവിടെ നിന്നും ഈ ഭൂമിയിൽ നിന്നും മാറ്റാമായിരുന്നു. और ये बात मान लो, यीशु को हमारे और काम है, ये नहीं होवे तो हम मन फिर आया बपतिस्मा लिया, फिर उसी घड़ी में हम संसार में से हमको निकाल सकता था। ദൈവത്തിന്റെ മുൻ നിശ്ചയപ്രകാരമുള്ള പദ്ധതിയിൽ നാം ഓരോരുത്തരുമായിരിക്കുന്നു. परमेश्वर की और निर्णय के आधार पर हमें चुन लिया है।
ഈ വചനങ്ങളെ ദൈവം നമ്മെ ഏവരെയും ये അനുഗ്രഹിക്കുമാറാകട്ടെ. मसीह की वचन के द्वारा हम सबों को आशीर्वाद दिया दे.